ഡിയർ ചിൽഡ്രൻ, ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രൊഫൈലും ഡിസ്ക്രിപ്ഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മളൊന്ന് സെൻറ്റൻസ് ആക്കി കൊടുത്താൽ മതി. അപ്പം നിങ്ങളൊരു പ്രൊഫൈൽ പഠിക്കുക, അതൊന്ന് സ്വന്തമായിട്ട് ഒരു പ്രാവശ്യം എഴുതി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പം പാസ്റ്റ് അവേ ആയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള ആൾക്കാരതാണ് കൂടുതലും തരാറുള്ളത്. അങ്ങനെയാകുമ്പോൾ ഒക്കെ വാസ് വെച്ചിട്ട് കഴിഞ്ഞ കാര്യമല്ലേ, ആ പാസ്റ്റുള്ള കാര്യമാണ്. അപ്പോൾ വാസ് വെച്ചിട്ട് എഴുതണം. ഹി വാസ്, ഹിസ് ഫാദർ വാസ്, ഹിസ് മദർ വാസ്, ഓക്കെ. ഹിസ് ഫേമസ് ഓട്ടോബയോഗ്രഫി വാസ്, ഹി പാസ്ഡ് അവേ അല്ലെങ്കിൽ ഹി ഡൈഡ് ഓൺ. ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസ് കോമൺ ആയിട്ട് അതെല്ലാ പ്രൊഫൈലും നമുക്ക് എഴുതാം. ഓക്കെ, തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എഴുതാം. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ച് എഴുതി നോക്കണം സ്വന്തമായിട്ട്. പിന്നെ വരാവുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. എല്ലാ പാടത്തുനിന്നും ഏത് പാടത്തുനിന്നും അവർക്ക് ചോദിക്കാം. അപ്പോൾ ഈ ഒരു പാടത്തുനിന്ന് മേ ബി ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ചോദിക്കാം, പാർക്ക് ചോദിക്കാം. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളോട് എഴുതാൻ പറയാം. അപ്പം അതിൻ്റെ 2 ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് നിങ്ങൾ നോക്കുക. വീണ്ടും എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഡിസ്ക്രിപ്ഷൻ ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടും ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. ടി വിൻ്റെ അടിയിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന ന്യൂസിനെയാണ് സ്ക്രോളിംഗ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു രാജു എന്ന് പറഞ്ഞ ഒരാൾക്ക് അയാളുടെ പേഴ്സ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രോളിംഗ് ന്യൂസ് കൊടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് കുറച്ച് എഴുതിയാൽ മതി. സ്ക്രോളിംഗ് ന്യൂസ് കുറേ വാരി വലിച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, എ വാലറ്റ് ഇസ് ലോസ്റ്റ്, കണ്ടെയ്ൻസ് ആധാർ, ഇലക്ഷൻ ഐ ഡി ആൻഡ് മണി ഇൻസൈഡ്, ഈ ഫൗണ്ട് കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൊടുക്കുകയാണ് കിട്ടിയവർക്ക് വിളിക്കാൻ. പിന്നെ അത് ഉത്തരം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എന്നുണ്ടാവും. അപ്പം ക്വസ്റ്റ്യൻ മാക്സിമം യൂസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. സെക്കൻഡും അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. തേർഡ് വരുന്നത് ഒരു അനൗൺസ്മെൻ്റ് ആണ്. ഇതേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത് അനൗൺസ്മെൻ്റ് ആക്കിയിട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ തുടക്കം കുറച്ച് മാറ്റം വരുത്തണം. സ്ക്രോളിംഗ് ന്യൂസിൽ നിന്ന് എന്താണ് അനൗൺസ്മെൻറ്റിലെ മാറ്റം? നമ്മൾ തുടങ്ങുമ്പം തന്നെ മൈക്കിലൂടെയാണ് പറയുക അല്ലേ. അപ്പം ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ആൻ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്. ഒരു കുട്ടി, രാജു എന്ന് പറഞ്ഞ കുട്ടി മിസ്സായതാണ് പറയുന്നത്. അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണെന്ന് പറയാണ്. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ വീണ്ടും പറയാണ്. എന്താണ് അവൻ ധരിച്ചിരുന്നത്, എങ്ങനെയാണ് അവൻ കാണാനൊക്കെ, ആ ഒരു കാര്യമാണ് അനൗൺസ്മെൻറ്റിൽ കൊടുക്കുക. അതേപോലെ വേറൊരു അനൗൺസ്മെൻറ്റിന് ഒരു ഉദാഹരണം കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ.